അങ്ങനെ 26 വർഷത്തെ നീണ്ട കാലത്തെ സർവീസിന് ശേഷം അമ്മ റിട്ടയർ ആവാണ്. പുല്ലൂർ SNBO സമാജം സ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. നമ്മുടെ ഫാമിലിയുടെ മുകളിൽ നിന്ന് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ടീച്ചറിൻ്റെ തലയിൽ വീഴും. കാരണം എൻ്റെ അമ്മൂമ്മ ടീച്ചറായിരുന്നു, എൻ്റെ അച്ഛമ്മ ടീച്ചറായിരുന്നു, അമ്മ ടീച്ചറായിരുന്നു. പിന്നെ അതുപോലെ ഹസ്ബൻഡിൻ്റെ അമ്മ ടീച്ചറാണ്, ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയൻ ടീച്ചറാണ്. പിന്നെ അച്ഛൻ അമ്മമ്മ അവരും ടീച്ചേഴ്സായിരുന്നു. എല്ലാവരും ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ഇത്ര ടീച്ചർമാരുടെ ഇടയിൽ ജീവിച്ചു പോകുക എന്നുള്ളത്. പക്ഷേ നമുക്കൊരു മോട്ടിവേഷൻ, വർക്ക് ചെയ്യണം, കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും വർക്ക് ചെയ്യണം, ഏൺ ചെയ്യണം, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം, അങ്ങനെയുള്ളൊരു മോട്ടിവേഷനൊക്കെ ചിലപ്പോൾ എനിക്ക് ഇവിടെ നിന്നായിരിക്കാൻ കിട്ടിയിട്ടുണ്ടാവുക. കാരണം ജോലി ഇല്ലാണ്ട് ജീവിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ വീട്ടിലില്ല. എല്ലാവരും പെർഫെക്ഷനിസ്റ്റുകളായതുകൊണ്ട് തന്നെ എനിക്ക് ഉഴപ്പാന്നുള്ളൊരു ഓപ്ഷൻ എനിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും ഫുൾ ആത്മാർത്ഥതയോടുകൂടെ തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഉഴപ്പിക്കഴിഞ്ഞാൽ ആദ്യത്തെ തല്ല് വീട്ടിൽ നിന്ന് കിട്ടും. ഈ ടീച്ചറാട്ടോ എനിക്ക് ശംഖുപുഷ്പത്തിൻ്റെ തൈ തന്നത്. റിട്ടയർ ആയത് അമ്മയാണെങ്കിൽ ക്ഷീണം മുഴുവൻ ബാക്കിയുള്ളവർക്കാണ്. അപ്പം ശരി എന്നാൽ ടാറ്റാ.